പാലക്കാട് ലക്കിടി കിള്ളിക്കുറിശി മംഗലത്തുള്ള കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ടും സർക്കാർ നടപടിയുണ്ടാകുന്നില്ല എന്ന ആക്ഷേപം. ഒരു വർഷത്തിലധികമായി ശമ്പളം ലഭിക്കാത്തതിനാൽ കലാവിഭാഗം അധ്യാപകർ കൂട്ടവധിയെടുത്തിരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പിന്റെ നിഷ്ക്രിയത്വമാണ് കുഞ്ചൻ സ്മാരകത്തിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായത്. കുഞ്ചൻ നമ്പ്യാരുടെ 4 നൂറ്റാണ്ടോളം പഴക്കമുള്ള ജന്മഗൃഹമാണിത്. സ്മാരകത്തിന് കീഴിൽ തുള്ളൽ, മോഹിനിയാട്ടം, മൃദംഗം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയവ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പഠനകളരി ഒഴിഞ്ഞു കിടക്കുകയാണ്. 195 കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ ഇവിടെ കലാപഠനം നടത്തുന്നുണ്ട്. 9 അധ്യാപകരുണ്ട്. 2 സ്ഥിര നിയമനമുള്ള അധ്യാപകർക്ക് 11 മാസമായിട്ടും 7 താൽക്കാലിക അധ്യാപകർക്ക് 16 മാസമായിട്ടും ശമ്പളമില്ല. ഇതോടെ അധ്യാപകർ കൂട്ട അവധിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സ്മാരകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ 3 വത്സര കോഴ്സാണ്. അതായത് ത്രിവത്സര കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വർഷം 65 കുട്ടികൾ, ആകെ 195 കുട്ടികളാണ് പഠിക്കുന്നത്. അത് ഓട്ടംതുള്ളൽ, മൃദംഗം, കർണാടക സംഗീതം, മോഹിനിയാട്ടം, ഇങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് പഠനം നടക്കുന്നത്. ആ കുട്ടികളുടെ ഒന്നും പഠനം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധ്യാപകർക്ക് 16 മാസത്തെയും അധ്യാപക ഇതര ജീവനക്കാർക്ക് 11 മാസത്തെയും ശമ്പള കുടിശ്ശികയാണ് നിലവിലുള്ളത്. ഈ കുടിശ്ശിക ലഭ്യമല്ലാത്തതുകൊണ്ട് കൂട്ട അവധിയെടുത്ത് പോയിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ സാങ്കേതികമായിട്ട് ഇവിടെ വരുന്ന പഠനയാത്രയുമായി ബന്ധപ്പെട്ടോ മറ്റോ വരുന്ന ആളുകൾക്ക് സ്മാരകമൊന്ന് ദർശിക്കാനുള്ളൊരു സൗകര്യം സ്മാരകത്തിലെ ജീവനക്കാർ ഒരുക്കി എന്നതൊഴിച്ചാൽ ബാക്കി ഒരു ഫംഗ്ഷനിങ്ങും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. തുള്ളൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം നിലച്ചിരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പ് സ്പെഷ്യൽ ഗ്രാന്റ് അനുവദിക്കാത്തതിനാൽ കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ പ്രവർത്തനം ആകെ താളം തെറ്റിയിരിക്കുകയാണ്. പ്രതിവർഷം 5 ലക്ഷം രൂപ മാത്രമാണ് സ്മാരകത്തിന് സർക്കാർ ഗ്രാന്റായി ലഭിക്കുന്നത്. സ്മാരകത്തിന്റെ അറ്റകുറ്റപ്പണികൾ പോലും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് ആരോപണമുണ്ട്. തുള്ളൽ കലാകാരൻ്റെ ഓർമ്മകളിലാണ് ഇപ്പോഴും ഈ നാട്. അദ്ദേഹം ഉയർത്തിയ സാമൂഹ്യ വിമർശനമാണ് ഇന്നും സമൂഹത്തിൽ അലയടിക്കുന്നത്. പക്ഷേ ഈ സ്മാരകം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവം തുടരുകയാണ്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്.